കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ കാറിൽ നിന്നും 40 ലക്ഷം രൂപ കവർന്ന കേസിൽ വൻ ട്വിസ്റ്റ്. സംഭവത്തിൽ പരാതിക്കാരനും 2 സുഹൃത്തുക്കളും അറസ്റ്റിൽ. ഭാര്യാപിതാവ് ഏൽപ്പിച്ച പണം തട്ടാനുള്ള കവർച്ചാ നാടകം പരാതിക്കാരൻ തന്നെയാണ് ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് വ്യക്തമാക്കി. വാഹനത്തിൽ വന്ന് മോഷണം നടത്തിയ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചു. ആ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ഇത് ഒരു നല്ലൊരു നാടകമായിരുന്നു, ഈ ഭാഗത്ത് നടക്കുന്ന പൊട്ടിപ്പ് പോലത്തെ ഒരു കേസാണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. സാജിദ് എന്ന ഷാജി, അതുപോലെ തന്നെ ജംഷീദ് ആനക്കുഴിക്കരക്കാരാണ് രണ്ടുപേരും. ഇക്കഴിഞ്ഞ 19-നാണ് പൂവാട്ടുപറമ്പിലെ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട് തന്റെ കാറിൽ നിന്നും 40.25 ലക്ഷം രൂപ കവർച്ച ചെയ്തതായി കാണിച്ച് ആനക്കുഴിക്കര സ്വദേശി PM റഹീസ് പോലീസിൽ പരാതി നൽകിയത്. കാറിന്റെ ചില്ല് തകർത്തായിരുന്നു സംഭവം നടന്നത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സ്കൂട്ടറിൽ 2 യുവാക്കൾ ചാക്കുകെട്ടുമായി പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു. സ്കൂട്ടർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പരാതിക്കാരന്റെ സുഹൃത്തുക്കളും ആനക്കുഴിക്കര സ്വദേശികളുമായ മേലത്തേക്ക് വീട്ടിൽ സാജിദ്, പൂവാട്ടുപറമ്പിലെ മായങ്ങോട്ടുതാഴം ജംഷീർ എന്നിവർ പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കവർച്ചാ നാടകമാണ് നടന്നതെന്ന് പോലീസിന് വ്യക്തമായത്. പിന്നാലെ പരാതിക്കാരനായ PM റഹീസിനെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. ഭാര്യാപിതാവ് തനിക്ക് സൂക്ഷിക്കാൻ നൽകിയ 40 ലക്ഷം രൂപ ചെലവായതിനാൽ കവർച്ചാ നാടകം ആസൂത്രണം ചെയ്യുകയായിരുന്നെന്ന് റഹീസ് പോലീസിനോട് സമ്മതിച്ചു. നിലവിൽ കവർച്ചയ്ക്ക് കേസെടുത്തിട്ടുള്ള പോലീസ് വഞ്ചനാക്കുറ്റം ചുമത്തി പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP A ഉമേഷ് അറിയിച്ചു. ഫാദറിൻ്റെ 2 മാസം മുമ്പേ പലപ്പോഴായി കൊടുത്ത് ഏൽപ്പിച്ച തുക ഫാദറിൻ്റെ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇയാളെ എടുത്ത് ഏൽപ്പിച്ചതാണ്. പെട്ടെന്ന് ആവശ്യം വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ബിസിനസ്സിൽ ഉള്ളൊരു തുകയാണ്. അപ്പോൾ ആ തുക പെട്ടെന്ന് കൊടുക്കണമെങ്കിൽ ഇവൻ്റെ അടുത്ത് വെച്ചാലേ നടക്കുള്ളൂ എന്നുള്ളതോട് കൂടി ഏൽപ്പിച്ചായിരുന്നു. ഇവന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവന് വിശ്വാസത്തിൻ്റെ മുകളിൽ ചെയ്ത പരിപാടിയാണ്. അപ്പോൾ ഇവൻ അവിടുന്ന് പൈസ റോൾ ചെയ്ത് പോയതുകൊണ്ട് പെട്ടെന്ന് പൈസ വെക്കാനില്ലാത്തത് കൊണ്ട് ഒരു നാടകം കളിച്ചു എന്നാണ് പറയുന്നത്. അതും നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കേണ്ടതുണ്ട്. നമ്മൾ വീട് പരിശോധിച്ചാലും മറ്റു കാര്യങ്ങളിലൊന്നും മറ്റു പണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്യാവശ്യം ബാധ്യതയുള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട്. കേസെടുത്തത് മോഷണത്തിനാണ്. ഇപ്പോൾ നമ്മൾ മോഷണം എന്നതിൽ മാറിയിട്ട് ചീറ്റിങ്ങിലേക്ക് മാറുകയാണ്. മോഷണമല്ല ഉണ്ടായത്, മോഷണം നടത്തുന്നു എന്ന രീതിയിൽ വന്നിട്ട് അപ്പം ഇതിൻ്റെ യഥാർത്ഥ ഉടമ പണം നഷ്ടപ്പെട്ട ആളുടെ പരാതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിശ്വാസവഞ്ചന അടുത്ത രീതിയിലേക്ക് നമുക്ക് കേസ് മാറ്റം വരും. സുഹൃത്തുക്കളാണെങ്കിലും സാജിദിനും ജംഷീറിനും 90,000 രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയാണ് റഹീസ് കവർച്ചാ നാടകം ആസൂത്രണം ചെയ്തത്. പണമുള്ള ചാക്കുകെട്ടെന്ന് പോലീസിനെയും മറ്റുള്ളവരെയും വിശ്വസിപ്പിക്കാൻ സാധനങ്ങൾ നിറച്ച ചാക്കുകെട്ടാണ് കവർച്ചാ നാടകത്തിന് ഉപയോഗിച്ചിരുന്നത്. റഹീസിന്റെ ഭാര്യാപിതാവിന്റെ കമ്പനി അധികൃതർ പണം നഷ്ടപ്പെട്ട സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. പണം സംബന്ധിച്ച രേഖകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.